ഹലോ ഗായ്സ്, പഞ്ചാബിൽ ഞങ്ങളുടെ ആദ്യത്തെ പരീക്ഷണമായ പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കടലപ്പരിപ്പ് കുതിർക്കാനിട്ടു. പിന്നെ 3 സവാള എടുത്തു, 2 പച്ചമുളക് എടുത്തു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു, 3 വറ്റൽമുളക് എടുത്തു. അപ്പോൾ നമുക്കിതെല്ലാം അരിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ സവാള അരിഞ്ഞു, പച്ചമുളക് അരിഞ്ഞു, വറ്റൽമുളക് അരിഞ്ഞു, ഇഞ്ചി അരിഞ്ഞു, ഇതെല്ലാം അരിഞ്ഞു. എന്നിട്ട് കടലപ്പരിപ്പ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചു. അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മളൊരു ചരുവത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കിയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ചതച്ചെടുത്ത് വെച്ചു. ഇനി ഇതെല്ലാം നമുക്ക് ആ ചരുവത്തിലോട്ട് തട്ടാം. അതിൻ്റെ കൂടെ ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, പിന്നെ നമ്മുടെ സവാള, ഇതെല്ലാം നമുക്ക് എടുത്തിടാം. ഇത് മാത്രം പോരാ കേട്ടോ, കുറച്ച് സാധനം കൂടെ വേണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി, കുറച്ച് കായപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് മൈദയും കൂടി ഇട്ട് കേട്ടോ, അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 25 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. അതിനുശേഷം വെളിച്ചെണ്ണ എങ്കിൽ വെളിച്ചെണ്ണ, സൺഫ്ലവർ എങ്കിൽ സൺഫ്ലവർ. ഞങ്ങൾക്കിവിടെ വെളിച്ചെണ്ണ അങ്ങനെ കിട്ടത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ സൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കയ്യിൽ കുറച്ച് വെള്ളം തുടച്ചിട്ട് ആ മാവ് ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഇടാം. ഞങ്ങൾ പാത്രം ചെറുതായതുകൊണ്ട് ഞങ്ങൾ ഒരു 2 എണ്ണം വെച്ച് ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ പരിപ്പുവട ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കളറായി വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് എണ്ണയുടെ ഒരു കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാലും നല്ല രുചി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.